ഒന്ന് ഇന്നലെ റിപ്പോർട്ടർ TV പുറത്തുവിട്ട വാർത്ത ഒരുപാട് പേര് ആശങ്കപ്പെടുകയും പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യുകയും കമൻറ്റിലും ഒക്കെ വന്നു നിറഞ്ഞിരുന്നു. വ്യാജ തേയിലപ്പൊടി നിർമ്മാണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടർ പുറത്തുവിട്ട വാർത്തയ്ക്ക് വലിയ ഇമ്പാക്റ്റാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിന് പിന്നാലെ പരിശോധന ശക്തമാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഹോട്ടലുകളും തട്ടുകടകളും കേന്ദ്രീകരിച്ച് പരിശോധന നടത്താനാണ് നിർദ്ദേശം. കേരള തമിഴ്നാട് അതിർത്തികളിലും പരിശോധന നടത്തും. മുബഷീർ പി അക്ബർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മുബഷീർ പി അക്ബർ, വെരി ഗുഡ് മോർണിംഗ്. മുബഷീർ, ചായ കൂടി അവസാനിപ്പിച്ചത് കേട്ടു ഈ റിപ്പോർട്ടിന് ശേഷം. വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. സാധാരണഗതിയിൽ ചായ അത്രയധികം ഞാൻ കുടിക്കാറില്ല, അപ്പോൾ അത് ഭയപ്പെടേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഒരു പരിശോധന നടത്തുന്നതിന് മുൻപ് ചില ആളുകൾ എന്നെ വിളിച്ചു പറഞ്ഞതും ചില ആളുകൾ പറഞ്ഞതും ഇപ്പൊ പറഞ്ഞ് വല്ലപ്പോഴും ഒരു ആശ്വാസം എന്ന് പറയുന്നത് ഒന്ന് മുമ്പിൽ ഈ തട്ടുകടയിൽ പോയി കടുപ്പത്തിലൊരു ചായ എന്ന് പറയുന്നതായിരുന്നു. പ്രത്യേകിച്ച് രാവിലെയൊക്കെ ലോങ് ഡ്രൈവൊക്കെ കഴിഞ്ഞ് വന്നിട്ട് തട്ടുകടയുടെ മുമ്പിൽ നിർത്തിയിട്ട് ഡബിൾ സ്ട്രോങ് ടീ എന്ന് പറയുന്നതായിരുന്നു. ഇപ്പൊ സ്ട്രോങ് എന്ന് പറയുമ്പോൾ മനസ്സിൽ മുബഷീറിന്റെ റിപ്പോർട്ടാണ് വരുന്നതെന്നാണ് പറയുന്നത്. തീർച്ചയായും നിരവധി കച്ചവടക്കാരും വലിയ സ്ഥാപനങ്ങൾ, വ്യാപാരികൾ ഉൾപ്പെടെ നമുക്ക് സന്ദേശം അയക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ വ്യാജ തേയിലപ്പൊടി തിരിച്ചറിയാൻ സാധിക്കുക എന്നൊക്കെ തന്നെ ചോദിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിനുള്ളൊരു സംവിധാനം അധികൃതർ ഒരുക്കണം എന്നുള്ളത് തന്നെയാണ് അവരും ആവശ്യപ്പെടുന്നത്. അരുൺകുമാർ, ഈ ചില ആളുകൾ എൻ്റെ അടുത്ത് ചോദിച്ചു, മുബഷീർ ശരിക്കും കണ്ണൻ ദേവനും AVTക്കും അതേപോലെ മറ്റ് ബ്രാൻഡഡായ കമ്പനിക്കും വേണ്ടിയിട്ടാണോ ഈ റിപ്പോർട്ട് കൊടുത്തത്? ബ്രാൻഡഡ് തേയില മാത്രമേ കുടിക്കാവൂ എന്നാണോ ആ റിപ്പോർട്ടിൽ പറയുന്നത് എന്നാണ് ചോദിച്ചത് ചില ആളുകൾ. അങ്ങനെയൊന്നും ഇല്ലല്ലോ മുബഷീർ, നമുക്ക് താല്പര്യം. തീർച്ചയായും അത്തരം താല്പര്യങ്ങളൊന്നും തന്നെ ഇല്ല. അത്തരത്തിൽ ഒരു ബ്രാൻഡിനെയും പ്രോത്സാഹിപ്പിക്കാൻ ആ ഒരു വാർത്തയിലൂടെ നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല, അത് ചെയ്യുകയുമില്ല. നമ്മുടെ വാർത്ത വളരെ കൃത്യമായിട്ടും വിപണിയിൽ വ്യാപകമായി ഈ തേയിലപ്പൊടികളുടെ കൂട്ടത്തിൽ വ്യാജന്മാർ വിലസുന്നുണ്ട്, അത് തിരിച്ചറിയണം എന്നുള്ളതായിരുന്നു. ജാഗ്രതയോടെയാണ് വാർത്തകൾ കാണുന്നത്. ഇനി മുതൽ അത്തരത്തിൽ ജാഗ്രതയോടെ തന്നെയായിരിക്കും ഇവ വാങ്ങുക എന്നൊരു പ്രതികരണം വ്യാപാരികളും കച്ചവടക്കാരൊക്കെ തന്നെ ഒരുപോലെ നമ്മളോട് നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും അത്തരമൊരു ഇൻവെസ്റ്റിഗേഷൻ വാർത്തയിലൂടെ നമ്മൾ ഉദ്ദേശിച്ചതും അത് തന്നെയായിരുന്നു എന്നുള്ളതാണ്. അത് നമ്മളെ ഞെട്ടിച്ചു കളഞ്ഞത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ ഇടപെട്ടിരിക്കുന്നു എന്നാണ്. എങ്ങനെയാണ് അവർ ഇനി പരിശോധന നടത്താനുള്ള തീരുമാനം അറിയിച്ചിരിക്കുന്നത്? നമ്മുടെ ഇമ്പാക്ട് എങ്ങനെയായിരുന്നു മുബഷീർ? ഇന്നലെ തന്നെ ഭക്ഷ്യസുരക്ഷാ കമ്മീഷൻ ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം നടത്തിയതായിരുന്നു അരുൺകുമാർ. പരിശോധനകൾ നടത്താനുള്ളൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളത്തിൽ നിന്നൊരു മീഡിയ ഇത്തരമൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയ പശ്ചാത്തലത്തിൽ തമിഴ്നാട്ടിൽ നിന്നുള്ളൊരു സംഭവമായതുകൊണ്ട് തന്നെ തമിഴ്നാട് സർക്കാരിന് ഇക്കാര്യം അറിയിക്കും, ഭക്ഷ്യസുരക്ഷാ വകുപ്പിനെ അറിയിക്കും എന്നുള്ളത് അറിയിച്ചിരുന്നു. അത്തരമൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് പരിശോധനകൾ ശക്തമാക്കാൻ കേരളത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്. കേരളത്തിലെ ചെറിയ തട്ടുകടകൾ, ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് വിവിധ ജില്ലകളിൽ പരിശോധന നടത്താൻ തന്നെയാണ് ഭക്ഷ്യസുരക്ഷാ വിഭാഗങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും തട്ടുകടകൾ കേന്ദ്രീകരിച്ചാണ് ഇവ വ്യാപകമായി വിതരണം ചെയ്യപ്പെടുന്നത് എന്നുള്ളതായിരുന്നു നമ്മുടെ വാർത്തയിലൂടെ ചൂണ്ടിക്കാണിച്ചിരുന്നത്. നേരത്തെ മലപ്പുറം വളാഞ്ചേരിയിൽ നിന്ന് ഉൾപ്പെടെ വ്യാപകമായി ഇവ പിടികൂടുന്നൊരു സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. 100 കിലോ വ്യാജ തേയിലപ്പൊടിയായിരുന്നു വളാഞ്ചേരിയിൽ നിന്ന് പിടികൂടിയിരുന്നത്. തിരൂരിൽ നിന്നുൾപ്പെടെ ഇവിടെയുള്ള തട്ടുകടകളിലേക്ക് ഇത് വ്യാപകമായി ഇറക്കുമതി ചെയ്യപ്പെടുന്നുണ്ടെന്നും പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള ചെറിയ തട്ടുകടകൾ കേന്ദ്രീകരിച്ച് അപ്രതീക്ഷിതമായി കയറി ചെന്ന് പരിശോധന നടത്താൻ തന്നെയാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അവിടെ എത്തി പരിശോധന നടത്തി സാമ്പിളുകൾ ശേഖരിച്ച് അവ ലാബിലേക്ക് അയച്ചതിൻ്റെ പരിശോധനാ ഫലം നെഗറ്റീവാണെങ്കിൽ കട അടച്ചുപൂട്ടുന്ന നിർദ്ദേശം ഉൾപ്പെടെ നൽകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഉറവിടം തേടിയുള്ള അന്വേഷണത്തിന് 2 ദിവസം മുൻപ് നീലഗിരി മേഖലയിൽ വ്യാപകമായി നീലഗിരി ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ പരിശോധന നടന്നിരുന്നു. അവിടെയുള്ള ജില്ലാ ഭരണകൂടത്തിന് വളരെ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ ലഭിച്ചിരുന്നു. വ്യാപകമായി വ്യാജ തേയിലപ്പൊടി അവിടെ നിർമ്മിക്കുന്നുണ്ട്. സേലത്തിൽ നിന്നും കോയമ്പത്തൂരിൽ നിന്നും കൊണ്ടുവരുന്ന ബണ്ടിൽ കണക്കിനുള്ള ചായപ്പൊടിയിൽ സിന്തറ്റിക് ഫുഡ് കളർ ചേർത്തുകൊണ്ട് അവ വിതരണം ചെയ്യപ്പെടുന്നുണ്ടെന്നൊരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ നേരിട്ടിറങ്ങി അവിടെ പരിശോധന നടത്തിയിരുന്നു. ആ ഒരു പരിശോധന നടന്നിരുന്നെങ്കിലും അതിന് തൊട്ട് പിന്നാലെ നമ്മളെത്തി അത്തരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തിയ ഘട്ടത്തിലും അതിൻ്റെ വിതരണക്കാരനെ നമ്മൾ കണ്ടുമുട്ടിയിരുന്നു എന്നുള്ളതാണ്. അതായത് അത്തരത്തിലുള്ള പരിശോധനകളെ പോലും ലാഘവത്തോടെ കണ്ട് വിതരണക്കാർ വളരെ സജീവമായിട്ട് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു വാർത്തയ്ക്ക് പിന്നാലെ നീലഗിരി ജില്ലാ ഭരണകൂടം കൂടി ഒന്നുകൂടി സജീവമായി പരിശോധനകൾക്ക് ഇറങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടൊരു വിവരശേഖരണം അവർ നടത്തുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മളെ ഉൾപ്പെടെ ബന്ധപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അവിടെയുള്ള മാധ്യമപ്രവർത്തകരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ വാർത്തയ്ക്ക് പിന്നാലെ ജാഗ്രതയോടുകൂടിയാണ് റിപ്പോർട്ടർ വാർത്ത കാണുന്നത് എന്നൊരു പ്രതികരണം കേരളത്തിലെ വ്യാപാരികളും നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി കരുതലോടുകൂടിയായിരിക്കും ഇത്തരത്തിലുള്ള ലൂസ് ചായപ്പൊടി, റെഡിമെയ്ഡ് ചായപ്പൊടി വാങ്ങുക എന്നുള്ളൊരു പ്രതികരണമാണ് നടത്തുന്നത്. അത് വല്ലാത്തൊരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ട്, അമയ ശ്യാം ചോദിക്കുന്നുണ്ട്, ചായ മാത്രമേ ഉള്ളൂ, കാപ്പി കുടിക്കുന്നതിന് പ്രശ്നമുണ്ടോ മുബഷീറിന്?
തീർച്ചയായും കാപ്പിപ്പൊടിയുടെ കാര്യത്തിലും അത്തരമൊരു ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ നടത്തേണ്ടതുണ്ട്. എഡിറ്റോറിയലിന്റെ ഒരു സപ്പോർട്ട് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് നമുക്ക് ആലോചിക്കാവുന്നതാണ്. പക്ഷേ കാപ്പിക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഇതേപോലെ മായം ചേർക്കാൻ. അതിന്റെ ഫ്ലേവറൊക്കെ ചേർത്ത് ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവും. കാപ്പിക്ക് കടുപ്പമല്ലല്ലോ നമ്മൾ നോക്കുന്നത്. കാപ്പിയുടെ ഒരു ഫ്ലേവറും ഒരു സ്മെല്ലും അതിൻ്റെ ഒരു രുചി മറ്റൊന്നായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അത്ര രീതിയിൽ കാപ്പിപ്പൊടിയിൽ വരാനുള്ള സാധ്യത കുറവായിരിക്കും എന്നാണ് നമ്മൾ കരുതുന്നത്. നമുക്കറിയില്ല. നമുക്ക് എന്തായാലും അത് ആലോചിക്കാം. മുബഷീർ എന്തായാലും ഒന്ന് അന്വേഷിച്ച് നോക്കൂ. പ്രാഥമികമായിട്ട് ഇതേപോലെ ലൂസായിട്ടുള്ള കാപ്പിപ്പൊടി കിട്ടുന്ന സ്ഥലങ്ങളുണ്ടോ, ആ കാപ്പിപ്പൊടിയിൽ വ്യാജനുണ്ടോ എന്നുള്ളത് അറിയണം. പ്രിയപ്പെട്ട താങ്ക് യു മുബഷീർ. എന്തായാലും ആ റിപ്പോർട്ട് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നു. കടകളെല്ലാം ഈ ലൂസ് ചായപ്പൊടി വാങ്ങുന്നതിൽ ജാഗ്രത പാലിക്കും എന്ന് നമ്മളെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മളുടെയൊക്കെ ഒരു വീക്ക്നെസ് ആണ് ചായ എന്ന് പറയുന്നത്. ചായ കുടിക്കുന്നതിൽ തെറ്റില്ല, പക്ഷേ ചായ കുടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൂസ് ചായപ്പൊടി കിട്ടുന്ന കടകളിൽ നിങ്ങൾ പ്രത്യേകിച്ച് ചായ കുടിക്കുന്ന സമയത്ത് അവരോട് ശ്രദ്ധാപൂർവം പറയുക. ഈ വ്യാജന്മാർ ഇറങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ഈ കടക്കാരത് മാത്രം വാങ്ങി വയ്ക്കും. കാര്യം വളരെ പെട്ടെന്ന് നിറവടി കിട്ടും എന്നുള്ളത്. രണ്ടാമത്തത് ഒരു കടുപ്പം കിട്ടുകയും ചെയ്യും. പക്ഷേ ഇത് രണ്ടും ഉള്ളിൽ പോയാൽ പണിയും കിട്ടും എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ കടുപ്പം കിട്ടും, ഉള്ളിൽ പോയാൽ പണിയും കിട്ടും എന്നുള്ളത് പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത്തരം ചായപ്പൊടികളിൽ.